സങ്കീർത്തനങ്ങൾ 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിവിധ കാരണങ്ങളാൽ നെടുവീർപ്പിട്ടു കരയുന്ന ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളെയും, സങ്കീർത്തനം 46:1 ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നും 51:17 ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്നും എഴുതിയിരിക്കുന്നത് പോലെ, നമുക്ക് പ്രിയരായിരുന്നവർ നമ്മളുടെ കഷ്ടങ്ങളിൽ നമുക്ക് തുണ നിൽക്കാതെ മാറിപ്പോകുമ്പോൾ, നമ്മളുടെ പിതാവായ ദൈവം നമുക്ക് ഏറ്റവും അടുത്ത തുണയായി നിൽക്കുകയും നമ്മളുടെ തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാതെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യും. യെശയ്യാവ് 66:2 അരിഷ്ടനും മനസ്സു തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തനം 30:10 യഹോവേ കേൾക്കണമേ, യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞ ദാവീദ് 11-ാം വാക്യത്തിൽ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടു നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം ദൈവം ദാവീദിനു വേണ്ടി പ്രവർത്തിച്ചതുപോലെ നിശ്ചയമായും നിങ്ങൾക്കു വേണ്ടിയും പ്രവർത്തിക്കും. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നമ്മളുടെ എല്ലാ സങ്കടങ്ങളെയും ആകുലതകളെയും നമുക്ക് ദൈവത്തോട് പറയാം. ദൈവം നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി നമ്മെ രക്ഷിക്കും. കർത്താവ് എൻ്റെ യാചനകളും പ്രാർത്ഥനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് നമുക്കും പറയുവാൻ സാധിക്കും. കർത്താവ് അതിന് നമുക്ക് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.